വിവിധങ്ങളായ രാമായണ ഗ്രന്ഥങ്ങളുടെ അപൂർവ ശേഖരമാണ് കൊച്ചിൻ കോർപ്പറേഷൻ മുൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന ഇ.കെ. മുരളീമോഹന്റെ കൊല്ലം ചന്ദനത്തോപ്പിലെ വീട്ടിലുള്ളത്. കൊല്ലത്തെ ഈ രാമായണ വിശേഷം കാണാം. രാമായണ ശീലുകളാൽ ഭക്തി സാന്ദ്രമാണ് നമ്മുടെ ഭവനങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ. അപ്പോൾ ഈ രാമായണ മാസത്തിൽ അത്യപൂർവ രാമായണത്തിന്റെ ശേഖരവുമായ ഒരാളുണ്ട് കൊല്ലത്ത് ചന്ദനത്തോപ്പിൽ, ഇ.കെ. മുരളീമോഹൻ. അദ്ദേഹത്തിന്റെ വിശാലമായ ലൈബ്രറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചേട്ടാ നമസ്തേ. എൻ്റെ കയ്യിൽ 72ഓളം വിവിധ രാമായണങ്ങൾ ഉണ്ട്. അത് അധ്യാത്മ രാമായണം, വിവിധ എഡിഷനുകൾ, വാൽമീകി രാമായണം, കമ്പരാമായണം, തുളസീദാസ രാമായണം, അത്ഭുത രാമായണം, ആനന്ദരാമായണം, ശ്ലോകരാമായണം, രാമായണ 24 വൃത്തം, കണ്ണശരാമായണം തുടങ്ങി വിവിധ രാമായണങ്ങളാണിവ. ഇത് കുട്ടിക്കാലത്ത് അച്ഛൻ സംസ്കൃത അധ്യാപകനും നന്നായി രാമായണം വായിക്കുന്ന ഒരാളുമായിരുന്നു. അദ്ദേഹം ആണ് രാമായണം പഠിപ്പിച്ചത്. അങ്ങനെ രാമായണം മുഴുവൻ എനിക്ക് കാണാപ്പാടമാണ്. താമസിയാതെ 100 രാമായണങ്ങളിലെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1925 മുതൽ 2024 വരെയുള്ള 100 വർഷങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവയാണ് ഈ വിവിധ രാമായണങ്ങൾ. ഇതാണ് ഏറ്റവും പഴയത്. അധ്യാത്മരാമായണം മുഴുവൻ എനിക്ക് മനഃപ്പാടമാണ്. സ്റ്റാമ്പ് രാമായണം എന്ന് കണ്ട എന്തൊക്കെയാണ് അതിന്റെ? സ്റ്റാമ്പ് രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തപാൽ വകുപ്പ് രാമായണത്തിലെ വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചേക്കുന്ന രാമായണമാണ്. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം അടവിം വിധി ഗച്ഛദാത യഥാസുഖം എന്ന് വാൽമീകി രാമായണത്തിലും, രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടെ നിരൂപിച്ചു കൊള്ളണം എന്നേ ജനകാത്മജയെന്നുറച്ചുകൾ പിന്നെ അയോധ്യ എന്ന് ഒത്തിയിടവിയെ എന്ന് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിലും പറഞ്ഞിരിക്കുന്ന 4 വരികളാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളെന്നാണ്. പഴയതും പുതിയതുമായ അത്യപൂർവ പുസ്തകങ്ങളുടെ ശേഖരമാണ് മുരളിച്ചേട്ടൻ്റെ ഈ മനോഹരമായ വീട്ടിനകത്തുള്ളത്. ലെൻസില്ലാതെ വായിക്കാവുന്ന ഏറ്റവും ചെറിയ ഗ്രന്ഥമായ ഹൈക്കു കഥകൾ ഇത് എൻ്റെ ലൈബ്രറിയുടെ ഒരു പ്രത്യേകതയാണ്. ഇതുകൂടാതെ തിരുവിതാംകൂർ അമ്മ മഹാറാണിയുടെ ജീവചരിത്രം സ്വർണ്ണ ലിപികളിൽ അച്ചടിച്ച പുസ്തകമാണ്. ഇത് 1937 പ്രസിദ്ധീകരിച്ചാണ്. എല്ലാം ഉണ്ട്, ഭക്തി മുതൽ യുക്തിവാദം വരെയുണ്ട്. ഈ കാലടി രാമകൃഷ്ണന്റെ ഏപ്യന്മാരുടെ കളരി എന്ന് പറയുന്ന നമ്പൂതിരി ഫലിത സമാഹാരം പുസ്തകം പിന്നീട് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ പുസ്തകം ഞാൻ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമ 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 രാമ. പുസ്തക വായന മാത്രമല്ല, പുസ്തകങ്ങളെ സ്നേഹിക്കുകയും അവ കരുതലോടെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മുരളിച്ചേട്ടൻ്റെ ഈ അപൂർവ ശേഖരത്തിൽ ഏതാണ്ട് 25,000-ഓളം പുസ്തകങ്ങളാണുള്ളത്. എന്തായാലും ചേട്ടനും പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധം തുടരുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം ചന്ദനത്തോപ്പിൽ നിന്നും ഷിജു മോഹൻ സീസിനോടൊപ്പം ബി. ശ്രീകുമാർ.